Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1/2 kg അളവിലുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുൻപ് ഞാൻ ഒരു റെഡ് വെൽവെറ്റ് ഇട്ടിട്ടുണ്ട് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിൽ ഞാൻ നോസിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈസി ആയിട്ടുള്ള ഡെക്കറേഷനും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ബട്ടർമിൽക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാല് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഇതേപോലെ തന്നെ ഇതിനി മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി മൈദ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഈ കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടി പോകരുത്. അങ്ങനെയാണെങ്കിൽ കേക്കിൻ്റെ ഒരു കളറ് വ്യത്യാസം ഉണ്ടാവും. ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കേക്കിലേക്ക് ഈ മാവ് 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അരിച്ചെടുക്കാം. അപ്പോൾ ഇത് 1/2 kg ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോയുടെ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ അളവും ഇരട്ടിയാക്കി എടുത്താൽ മതി. എല്ലാ ഇൻഗ്രീഡിയൻസും ഇരട്ടിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ തന്നെ യൂസ് ചെയ്യരുത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാൻ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ ഇത് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്താലും മതി. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പീഡിൽ വേണ്ട, ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്കും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ അടിച്ചിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഈ മാവ് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതേപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് ഹാർഡായി പോവും. ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് നല്ല കളറുള്ള ഒരു റെഡ് കളറാണ് ചേർക്കുന്നത്. ഒരു 5-6 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ലിക്വിഡ് കളറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടി. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കളർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നല്ലൊരു കളർ കിട്ടൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഉയരത്തിൽ തന്നെ കേക്ക് കിട്ടും. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഈ കേക്ക് ടിന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റ് ആണ് വെക്കുന്നത്.
ഇപ്പോൾ കേക്ക് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ ഒരു 30 മിനിറ്റ് ആയപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. സ്ക്യൂവർ വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ നല്ല ക്ലീനായിട്ടാണ് സ്ക്യൂവർ വന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ചൂടുണ്ട്, എന്നാലും ഇതൊന്ന് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വയർ റാക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാക്ടോപ്പിൻ്റെ ക്രീമാണ്. അപ്പോൾ മിക്സിയിൽ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നത് ഇതിനു മുമ്പ് ഞാനൊരു കേക്കിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നോൺ ഡയറി ആയിട്ടുള്ള ക്രീം എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് മിക്സിയിലായാലും ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഉയരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫ്രോസ്റ്റിങ്ങിനായിട്ട് ക്രീം ചീസും കൂടെ ചേർക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ ക്രീം ചീസും കൂടെ ചേർക്കുന്നുണ്ട് ഫ്രോസ്റ്റിങ്ങിനായിട്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ വിപ്പിംഗ് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ആ മുരിഞ്ഞിട്ടുള്ളത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് കേക്കിൻ്റെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കുറച്ച് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇനി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം, ചോക്കോ ചിപ്സ് ചേർക്കാം, അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. മുകളിലും സൈഡിലും ഒക്കെ ഒന്ന് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ക്രീം സൈഡിലൊന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു ഹാഫിലായിട്ട് ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പൊടിച്ച് ഒരു ബാക്കി വന്നിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് വേണമെങ്കിലും കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഹാഫ് മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ഞാനിപ്പോൾ ഈ കേക്കിൻ്റെ ആ പൊടി കൊണ്ട് തന്നെ ഒന്ന് അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇതിൻ്റെ ഈ ഹാഫായിട്ടുള്ള ഭാഗത്ത് ഞാൻ ഒരു പിങ്ക് കളറിലെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാം. അത്യാവശ്യം നല്ലതുപോലെ തണുപ്പിച്ചാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്